2025 പുറത്തിറങ്ങിയ അവതാർ 3 ഫയർ ആൻഡ് ആഷ് എന്ന മൂവിയുടെ തേർഡ് പാർട്ട് വീഡിയോ ആണിത്. ഇതിന്റെ ആദ്യ 2 പാർട്ടുകൾ കാണാത്തവർ മുകളിൽ വരുന്ന ഐകാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ആദ്യ 2 ഭാഗങ്ങളും കണ്ട ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ജെയ്ക്ക് സ്പൈഡറിനെ കൊല്ലാനായി കൊണ്ടുപോകുന്നതും കാട്ടിനുള്ളിലേക്ക് കയറ്റി ഒരിടത്ത് ഇരുത്തിയ ശേഷം അവനെ കുത്താൻ ശ്രമിക്കുന്നതും വരെയാണ്. ഇതിനിടെ അവൻ തിരിഞ്ഞ് ജെയ്ക്കിനോട് നിങ്ങൾ എന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ അച്ഛാന്ന് ചോദിക്കുമ്പോൾ അവന് ഒന്നും പറയാൻ കഴിയാതെ ആകെ പതറിപ്പോവുകയും രണ്ടും കൽപ്പിച്ച് ആഞ്ഞ് കുത്തുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അവൻ കുത്തിയിട്ടില്ല, അവനതിന് മനസ്സ് വരുന്നില്ല. അവനാണെങ്കിൽ ആകെ വിഷമിച്ച് സ്പൈഡറിനെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. ഈ സമയം നതേരിക്കാണെങ്കിൽ പെട്ടെന്ന് മറ്റൊരു വഴിയുണ്ടെന്ന് ഓർമ്മ വരികയും അവൾ നേരെ ജെയ്ക്കിനെ തേടി ഓടുകയും ഓടി അവിടെ എത്തുമ്പോൾ അവർ കുഴപ്പമൊന്നുമില്ലാതെ ഇരിക്കുന്നത് കണ്ട് അവൾക്ക് ആശ്വാസമാവുകയും കുട്ടിയുടെ നേർക്ക് തിരിഞ്ഞ് എന്നോട് ക്ഷമിക്കടാ മോനെ എന്ന് പറയുകയും ചെയ്യുന്നു. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഇവനെ കൊന്നിട്ടുള്ള വഴി എനിക്ക് പറ്റില്ലെന്ന് അവൻ പറയുമ്പോൾ ഇതല്ലാതെ മറ്റൊരു വഴി നമ്മുടെ മുന്നിലുണ്ടെന്ന് അവൾ പറയുന്നു. അങ്ങനെ അന്ന് തന്നെ ജെയ്ക്ക് വീണ്ടും തന്റെ പഴയ രീതി പുറത്തെടുക്കാനായി ഏറ്റവും മുകളിലേക്ക് വലിഞ്ഞു കയറുകയും മറ്റേ ജീവിയുടെ കൂട്ടിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു. ആ പഴയ ആളാവാനാണ് ചെന്നിരിക്കുന്നത്. അവനെ കണ്ട ഉടൻ മറ്റേ ജീവി ഉള്ളിൽ നിന്ന് ഇറങ്ങി വരികയും അവനെ കണ്ട് തിരിച്ചറിയുകയും ചെയ്യുന്നു. കുറെ നാളായില്ലേ കണ്ടിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും അതിനെ കണക്ട് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് മറ്റുള്ളവർ നോക്കുമ്പോൾ പഴയതുപോലെ തന്നെ തുറൂഖ് മക്തോ ആയിട്ട് അവൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. അവൻ വരുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവരും ബഹുമാനത്തോടെ തുറൂഖ് മക്തോ എന്ന് പറഞ്ഞുകൊണ്ട് മുട്ടുകുത്തിയിരിക്കുകയും അവൻ അവിടേക്ക് ഇറങ്ങി വന്ന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്കിനി അധികം സമയമില്ല, അവരെന്തായാലും നമ്മളെ ആക്രമിക്കും. ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് എത്താൻ കഴിയുന്ന എല്ലാ ഗോത്രങ്ങളിലേക്കും നാവികളുള്ള സ്ഥലങ്ങളിലേക്കും ചെല്ലണം. എല്ലാവരെയും ഒരു യുദ്ധത്തിന് വേണ്ടി വിളിച്ചു കൂട്ടണം. വിളിക്കുന്നത് അവരുടെയൊക്കെ തുറൂഖ് മക്തോ ആണെന്ന് പറയുകയും വേണം. നമ്മുടെ ശക്തി എന്താണെന്ന് കാണിക്കാനുള്ള സമയമായിരിക്കുന്നെന്ന് അവൻ പറയുന്നു. അങ്ങനെ അന്ന് തന്നെ അവർ പല ഗോത്രങ്ങളിലേക്കും സഞ്ചരിക്കുകയും ഇതോടെ കാട്ടുവാസികളായിട്ടുള്ളവരും വെള്ളത്തിൽ ജീവിക്കുന്നവരും തുടങ്ങി എല്ലാ പ്രദേശത്തുമുള്ള നാവികരും അവർക്കൊപ്പം ചേരാനായി അവിടേക്ക് എത്തുകയും വലിയൊരു യുദ്ധത്തിന് വേണ്ടി അവർ തയ്യാറെടുക്കുകയും ജെയ്ക്ക് തുറൂഖ് മക്തോ ആയിക്കൊണ്ട് അവരുടെയൊക്കെ നേതാവായി നിൽക്കുകയും എല്ലാവരോടും സംസാരിക്കുകയും ചെയ്യുന്നു. നമ്മളെ തകർത്ത് നാട് പിടിച്ചടക്കാൻ ഒരുത്തനും കഴിയില്ല, അതിന് നമ്മൾ അനുവദിക്കില്ല, ഈ യുദ്ധം നമ്മൾ തന്നെ ജയിക്കുമെന്നൊക്കെ ജെയ്ക്ക് പറഞ്ഞ് അവർക്ക് ആവേശം കൊടുക്കുകയും അതോടൊപ്പം അന്ന് സഹായത്തിന് വേണ്ടി വലിയ തുൾക്കൂണുകളെ കാണാൻ വേണ്ടിയും കൂടി ജെയ്ക്ക് ചെല്ലുന്നു. അങ്ങനെ ജെയ്ക്ക് തുൾക്കൂണുകളോട് പറയുന്നത് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തു കൊടുക്കുന്നു. നമ്മുടെ ഈ തുൾക്കൂൺ കുടുംബങ്ങളെ മുഴുവൻ ഇല്ലാതാക്കാനായി അസുരന്മാർ വരുന്നുണ്ട്, അവരോട് പോരാടാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഞങ്ങൾ എന്തായാലും നാവികൾക്കും തുൾക്കൂണുകൾക്കും വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ റെഡിയായിരിക്കുന്നു, നിങ്ങൾ ഞങ്ങളോടൊപ്പം പോരാടില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അവർ തിരിച്ച് സംസാരിക്കുകയും കൂടുതൽ കൊലപാതകങ്ങൾ ഉണ്ടാക്കാനേ സഹായിക്കൂ, അതുകൊണ്ട് ഒരു യുദ്ധത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് അവർ ജെയ്ക്കിനോട് പറയുന്നു. ഇതിനിടെ പുറത്താക്കപ്പെട്ട പയക്കാൻ ഉൾപ്പെടെ ചെറിയ തുൾക്കൂണുകളുമായി ലോവാക്കും കൂട്ടരും അവിടേക്ക് വരികയും ഇവൻ പുറത്താക്കപ്പെട്ടവനാണ്, ഇവൻ ഇവിടെ ഉണ്ടാവാൻ പാടില്ലെന്നൊക്കെ അവർ പറയുമെങ്കിലും ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്, അത് കേട്ടേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അവർ പറയുന്നത് ഇവൻ പുറത്താക്കപ്പെട്ടവനാണെന്നും ഇവനെ ഇവിടെ കാണാൻ പാടില്ലെന്നുമാണെന്ന് അവർ പറയുമ്പോൾ അങ്ങനെ ഇവൻ പുറത്താക്കപ്പെട്ടവനാണെങ്കിൽ ഞാനും പുറത്താക്കപ്പെട്ടവനാണ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരും ഏറ്റുപിടിക്കുകയും ഞങ്ങളും അതുപോലെ തന്നെ പുറത്താക്കപ്പെട്ടവരാണെന്ന് അവർ പറയുകയും അവരെല്ലാവരും അതിനോട് യോജിക്കുകയും ചെയ്യുന്നു. ഇതോടെ അവർക്ക് സംസാരിക്കാൻ തുൾക്കൂണുകളുടെ നേതാവ് അനുവാദം കൊടുക്കുകയും അങ്ങനെ ലോവാക്ക് സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. സ്വന്തം ഗോത്രത്തെ രക്ഷിക്കാൻ വേണ്ടി അസുരന്മാരോട് പോരാടുക മാത്രമാണ് പയക്കാൻ ചെയ്തത്. പക്ഷേ അവർ ഇവരുടെ ഗോത്രത്തെ എല്ലാവരെയും നശിപ്പിച്ചു. അതിന്റെ തെളിവായി പയക്കാന്റെ ചേട്ടൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അവർ പയക്കാന്റെ ചേട്ടനെ അവിടേക്ക് വിളിക്കുകയും അവൻ അവിടേക്ക് വന്ന് കാണുമ്പോൾ അന്ധനായ നിലയിൽ ആകെ പരിക്ക് പറ്റിയിരിക്കുന്നത് കണ്ട് എല്ലാവരും ആകെ തളർന്നു പോവുകയും എന്ത് വേണമെന്നറിയാതെ ഇരിക്കുകയും ചെയ്യുന്നു. ശേഷം ആ തുൾക്കൂൺ സംസാരിക്കാൻ തുടങ്ങുന്നു. ഞാൻ ഒരിക്കലും ഒരു കൊലപാതകിയായിരുന്നില്ല, എന്റെ ഗോത്രങ്ങളെയും ജനങ്ങളെയും രക്ഷിക്കാൻ വേണ്ടി പോരാടുക മാത്രമാണ് ചെയ്തത്. പക്ഷേ എനിക്കവരെ പൂർണ്ണമായി രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അസുരന്മാർ വന്ന് ഗോത്രത്തിലുള്ള എല്ലാവരെയും ഇല്ലാതാക്കി. ഇപ്പോ അവശേഷിക്കുന്നത് ഞാനും പയക്കാനും മാത്രമാണ്. അതിൽ ഞാൻ അന്ധനാണ്. തുൾക്കൂണുകൾ സമാധാനത്തിന്റെ പാതയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ രീതിയിലാണെങ്കിൽ തുൾക്കൂണുകൾക്ക് ഇനി അധിക നാളില്ല, അതുകൊണ്ട് നമ്മൾ ആ അസുരന്മാർക്കെതിരെ പോരാടണമെന്ന് അവർ പറയുകയും അതെ നമ്മൾ പോരാടുകയാണ് വേണ്ടതെന്നൊക്കെ അവർ പറയുമെങ്കിലും തുൾക്കൂണുകളുടെ നേതാവ് ഇതെല്ലാം കേട്ടിട്ട് ഒന്നും മിണ്ടാതെ അവരെല്ലാവരും അവിടെ നിന്ന് മുങ്ങിയങ്ങ് പൊയ്ക്കളയുകയും ഇതോടെ അവർക്ക് നിരാശയാവുകയും ചെയ്യുന്നു. അന്ന് തുൾക്കൂണുകളെ വേട്ടയാടുന്നതിനെ പറ്റി RDA കമ്പനിയിൽ ചർച്ച നടക്കുകയാണ്. നാളെ നമുക്ക് ഇവിടെയുള്ള തുൾക്കൂണുകളെ എല്ലാം തീർക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ കേണൽ അവിടേക്ക് വരികയും എന്നെ കൂടാതെ നിങ്ങൾ മീറ്റിംഗ് നടത്തുന്നു എന്ന് ചോദിക്കുമ്പോൾ നിന്നെ ഇനി കൂട്ടേണ്ട ആവശ്യമില്ല, ജെയ്ക്കിനെ പിടിക്കാൻ പറ്റാതെ
ഇല്ലാതായതോടെ നീ തോറ്റു, അന്വേഷണം കഴിയുന്നത് വരെ നീ ഇവിടെ നിന്ന് പുറത്തു പോകാൻ പാടില്ലെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പോയേ പറ്റൂ, ജെയ്ക്കിനെയും സ്പൈഡറിനെയും പിടിക്കണം, സ്പൈഡറിനെ ഇവർക്കും ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഇവിടെ നിന്ന് വിടില്ലെന്ന് പറയുകയും ഇപ്പോഴും എനിക്ക് ഈ മിഷൻ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് കേണൽ ഇടപെട്ട് പറയുകയും നീ ഇനി പൂർത്തിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിന്റെ രൂപം തന്നെ നോക്ക്, ആ യൂണിഫോം എല്ലാം കളഞ്ഞിട്ട് കാട്ടുവാസികളുടെ കൂടെ ചേർന്നിരിക്കുന്നു, ഒരു പട്ടാളക്കാരനാണെന്നുള്ള കാര്യം തന്നെ നീ മറന്നിരിക്കുന്നു, പുറത്തു വിടില്ലെന്ന് മാത്രമല്ല നിന്നെ തടവിലാക്കാനും കൂടി പോവുകയാണെന്നൊക്കെ അവർ പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം തുൾക്കൂൺ വേട്ടയ്ക്കായി RDA കമ്പനിയിലുള്ള എല്ലാവരും വലിയ സന്നാഹങ്ങളുമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ എല്ലാവരും യുദ്ധത്തിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടെ ജെയ്ക്ക് ലോആക്കിന് തോക്ക് കൊടുക്കുകയും നീ എന്റെ കൂടെ യുദ്ധത്തിന് വരണ്ട, ഇവിടെ നിന്ന് കുട്ടികളെല്ലാം സേഫ് ആണെന്ന് ഉറപ്പാക്കണം എന്ന് പറഞ്ഞ് അവൻ യുദ്ധത്തിന് പോവുകയും ഞാനും നിന്റെ അച്ഛനും മടങ്ങി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്പൈഡറിനെയും കുട്ടികളെയൊക്കെ കൂട്ടി പറ്റാവുന്നത്ര ദൂരത്തിലേക്ക് പോകണമെന്ന് നതേരി പറഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ എല്ലാവരും യുദ്ധത്തിന് തയ്യാറായി ചാടി ഇറങ്ങിയിരിക്കുകയാണ്. ജെയ്ക്കും നതേരിയും ഒക്കെ യുദ്ധത്തിനായി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും അവർ തുൾക്കൂൺ വേട്ട നടത്തുന്ന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. കുറച്ചു ദൂരെയായി കുട്ടികളും മറ്റുമൊക്കെ സേഫായി ഇരിക്കുന്ന സ്ഥലത്ത് ലോആക്കും കൂടെയുള്ളവരും ഒക്കെ ഉണ്ട്. അവർ നോക്കുമ്പോൾ എല്ലാവരും തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവരുടെ സന്നാഹങ്ങൾ കണ്ട് അവർ ഞെട്ടിയിരിക്കുകയാണ്. ഇതിനിടെ തങ്ങളുടെ മുന്നിൽ ഒരു പ്രത്യേക തരം സംഗതി ആകാശത്തേക്ക് പോകുന്നത് കണ്ട് അതെന്താണെന്ന് അവർ ചെക്ക് ചെയ്യുമ്പോൾ ഭയങ്കരമായ കാന്തിക ശക്തിയാണ് അതെന്നും അതിനടുത്തേക്ക് പോയാൽ പ്രശ്നമാകുമെന്നും മനസ്സിലാക്കി അവിടെ നിന്ന് മാറിപ്പോകാൻ അവർ കൽപ്പിക്കുകയും അങ്ങനെ എല്ലാ വാഹനങ്ങളും അതിന്റെ അടുത്ത് നിന്ന് മാറിപ്പോവുകയും ചെയ്യുന്നു. അതോടൊപ്പം തുൾക്കൂൺ വേട്ടയ്ക്കുള്ള ബോട്ടുകളെല്ലാം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വേട്ട നടത്തുന്നതിന്റെ ഹെഡായിട്ടുള്ളവൻ വരെ ഇറങ്ങുകയും നമുക്ക് പണം ഉണ്ടാക്കാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും വേട്ടയ്ക്കായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. വെള്ളത്തിനടിയിൽ വെച്ചൊക്കെ അറ്റാക്ക് നടത്താൻ പറ്റിയ യന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി എല്ലാം കൂടി ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ അവർ നേരെ അവിടെ തുൾക്കൂണുകളുടെ സംഗമം നടക്കുന്ന സ്ഥലമൊക്കെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുകയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അതിന്റെ ചുറ്റിനും വളയാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഈ സമയം തുൾക്കൂണുകളെ രക്ഷിക്കാൻ യുദ്ധത്തിന് തയ്യാറായി ഇരിക്കുകയാണ് ജെയ്ക്കും കൂട്ടരും. എല്ലാവരും ഓരോ ഭാഗങ്ങളിൽ റെഡിയാണ്. അങ്ങനെ വേട്ടയ്ക്ക് വരുന്ന മറ്റവന്മാർ നോക്കുമ്പോൾ ഇതില് ആൺ തുൾക്കൂണുകളെ ഒന്നും കാണുന്നില്ലല്ലോ, നല്ല സൈസുള്ള ഒറ്റ ഒരെണ്ണവും ഇല്ല, ഇതൊക്കെ എവിടെ പോയെന്ന് അറിയാൻ വയ്യല്ലോ എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ചുറ്റിനും എന്തോ സംഭവിക്കുന്നതായിട്ടൊക്കെ അവർക്ക് തോന്നുകയും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ നിൽക്കുമ്പോൾ പയക്കാന്റെ നേതൃത്വത്തിൽ വലിയ ആൺ തുൾക്കൂണുകളും ടീമും എല്ലാം വെള്ളത്തിനടിയിലൂടെ യുദ്ധത്തിനെത്തിയിരിക്കുകയാണ്. അവറ്റകൾ അപകടകാരികളല്ലെന്നല്ലേ പറഞ്ഞത്, ഇപ്പൊ ആക്രമിക്കാനാണോ വരുന്നതെന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ സാധാരണ അപകടകാരികളല്ല, ഇപ്പൊ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യെന്ന് അവർ പറയുകയും അപ്പോഴേക്കും അവരെല്ലാം കൂടി മറ്റേ കപ്പലിന്റെ നേർക്ക് പാഞ്ഞു ചെല്ലുകയും വെള്ളത്തിന് മുകളിലേക്ക് വന്ന് ജനറലും മറ്റു ടീമും നിന്ന കപ്പലിലേക്ക് ചാടി ചെന്ന് വീണ് അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. എല്ലാ എണ്ണവും കൂടി ചാടിക്കേറി അവിടെ കിടന്ന വലിയ ബോട്ടുകളെല്ലാം കത്തിച്ച് ചാമ്പലാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഒരു കപ്പൽ പോലും വിടാതെ വലിയ ആൺ തുൾക്കൂണുകളെല്ലാം കൂടി അവിടെയുള്ള എല്ലാത്തിനെയും തകർക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് കണ്ട് തുൾക്കൂണുകൾ ആക്രമിക്കുന്നതാന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്കെല്ലാം വലിയ സന്തോഷമാവുകയും അവർ ആക്രമിച്ചു, നമുക്കും തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് ജെയ്ക്കും കൂട്ടരും കടലിലുള്ളവരും എല്ലാവരും കൂടി ഒരുമിച്ച് ആക്രമിക്കാനായി ചെല്ലുകയും കൂട്ട ആക്രമണം നേരത്തെ അങ്ങ് തുടങ്ങുകയും ചെയ്യുന്നു. ഹെലികോപ്റ്ററുകളെല്ലാം വലിച്ച് കറക്കി തകർക്കുകയും നദേരിയൊക്കെ മിസൈൽ അമ്പുകൾ തുരുതുരെ അടിച്ചുവിട്ട് വലിയ വിമാനങ്ങളൊക്കെ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യുന്നു. എല്ലാം കൂടി ചാട്ടപ്പട്ടെ വരുന്നത് കണ്ട് അവന്മാരുടെ കൺട്രോൾ പോവുകയും എവിടെ എന്നൊക്കെ നോക്കിക്കൊണ്ട് പട്ടപ്പട്ടെ അടിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു കൂട്ട യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിമാനത്തിലൊക്കെ വന്ന് നദേരി പല എണ്ണത്തിനെയും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. വെള്ളത്തിലൂടെ വരുന്നവന്മാർ ഒരു റെസ്റ്റും കൊടുക്കാതെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിനടിയിലും തുൾക്കൂണുകൾ അവിടെയുള്ള എല്ലാത്തിനെയും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു പൊരിഞ്ഞ ഫൈറ്റ് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ തുൾക്കൂൺ വേട്ടക്കാരൻ അവിടെയുള്ള ഒരു തുൾക്കൂൺ ചാടുന്നത് കണ്ട് അതിന്റെ നെഞ്ചത്തേക്ക് തന്നെ കറക്റ്റ് അടിച്ച് കയറ്റി കൊടുക്കുന്നു. ജെയ്ക്കൊക്കെ തുറൂക്ക് മുക്ത ആയിക്കൊണ്ട് പൊരിഞ്ഞ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾ ദൂരെ ഇരുന്ന് ഇതെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. നാവികളെല്ലാം നല്ല രീതിയിൽ പോരാടി വിജയത്തിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും മറ്റൊരു കാഴ്ച അവർ കാണുന്നു. ദൂരെ നിന്ന് കുറെ കൂട്ടങ്ങൾ അവിടേക്ക് വരികയാണ്. അതാരാ വരുന്നതെന്ന് മനസ്സിലാവാതെ അവർ ചെക്ക് ചെയ്യുമ്പോൾ അതെല്ലാം നമ്മുടെ ടീമാ, എല്ലാവർക്കും ബാഡ്ജുകൾ ഉണ്ടെന്ന് അവർ പറയുകയും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ നാവികൾ നോക്കുമ്പോൾ കേണലും ആശു ഗോത്രക്കാരും കൂടി യുദ്ധത്തിനായി പാഞ്ഞു വരികയാണ്. അവരാണെങ്കിൽ മിസൈലും ബോംബും എല്ലാം കൊണ്ട് ചാട്ടപ്പട്ടെ ജെയ്ക്കിനെയും ടീമിനെയും ആക്രമിക്കാൻ തുടങ്ങുന്നു. അവർ നല്ല ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പാട്ടപ്പട്ടെ അടികൊണ്ട് ജെയ്ക്കിന്റെ ടീം വീണുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് അവർ ആകെ പതറിപ്പോകുന്നു. അവരുടെ ആളുകളെല്ലാം തകർന്നു വീഴുന്നത് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ജെയ്ക്കിനെ ആണെങ്കിൽ അവന്മാർ പുറകെ നടന്ന് അടിക്കാൻ തുടങ്ങുകയും അവൻ അതിന്റെ എല്ലാം ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട് പാഞ്ഞു പോവുകയും ഇത് കണ്ട് അവർക്കിനി ജയിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് കിരി അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ കിരി നീ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞ് മറ്റുള്ളവർ പിറകെ ചെല്ലുകയും എനിക്ക് എയ്വേ വിളിക്കണം, വെള്ളത്തിനടിയിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ അത് വേണ്ട നീ തിരിച്ചു പോകാൻ പറയുമെങ്കിലും കുട്ടി ഇറങ്ങി വരുന്നത് കണ്ട് അവന്റെ ശ്രദ്ധ തിരിയുമ്പോഴേക്കും അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി ചെല്ലുകയും എയ്വേയുമായി കണക്ട് ചെയ്യാനായി വെള്ളത്തിനടിയിലേക്ക് ചാടുകയും ചെയ്യുന്നു. ഇനിയും വെള്ളത്തിനടിയിൽ വെച്ച് കണക്ട് ചെയ്താൽ അവൾ മരിച്ചു പോകുമെന്ന് അറിയാവുന്നത് കൊണ്ട് അവളെ സഹായിക്കാനായി അടുത്തവനും എടുത്തു ചാടുകയും നീ പുറത്തേക്ക്
ഇറങ്ങി പോകരുതെന്ന് പറഞ്ഞ് തുക്കിനെ അവിടേക്ക് മാറ്റിയിരുത്തി ലോആക്കും വെള്ളത്തിലേക്ക് ചാടുന്നു. ഇപ്പോ അവളവിടെ ഒറ്റയ്ക്കായിരിക്കുകയാണ്. അപ്പോഴേക്കും രാത്രിയായിരിക്കുന്നു. കിരി എയ്വയുടെ അടുത്തേക്ക് പോകുമ്പോൾ മുകളിൽ സിറേയും ടീമും വരികയും ഞങ്ങളോടൊപ്പം പോരാട്, നിന്നെ നമുക്ക് ആവശ്യമുണ്ടെന്ന് പറയുകയും നീ പൊക്കോ, കിരിയുടെ കൂടെ ഞാൻ നിന്നോളാമെന്ന് പറഞ്ഞ് അവൻ അവരോടൊപ്പം പോവുകയും അപ്പോഴേക്കും കിരി വെള്ളത്തിനടിയിൽ വെച്ച് എയ്വയുമായി കണക്ട് ചെയ്ത് ലോകമാതാവിനെ വിളിക്കാൻ ശ്രമിക്കുന്നു. അവൾ ഒരു കാട്ടിനുള്ളിലേക്ക് കയറിപ്പോയി മാതാവിനെ വിളിക്കാൻ ചെല്ലുന്നതായിട്ടാണ് കാണുന്നത്. ഞാൻ നിന്നോട് അപേക്ഷിച്ച് പറയുകയാണ്, നീ മാത്രമാണ് ഞങ്ങളുടെ ഏക പ്രതീക്ഷ, നീ ഞങ്ങളെ കൈവിടരുത്, എന്റെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ കൈവിട്ട് കളയരുത്, അങ്ങനെ കളഞ്ഞാൽ നാവി സമൂഹം ഇല്ലാതാകുമെന്നൊക്കെ അവൾ പറഞ്ഞു പോവുകയും അപ്പോഴേക്കും അവൾക്ക് വെള്ളത്തിനടിയിൽ വെച്ച് ജെന്നി വരാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഈ സമയം അവിടെയാണെങ്കിൽ എല്ലാവരും തുരുതുരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ലോആക്കൊക്കെ പയക്കാനോടൊപ്പം പട്ടപട്ടെ പോരാടിക്കൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും യുദ്ധവും അടിയും ബഹളങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ സിറയുടെ സഹോദരന്റെ നേർക്ക് അടി കൊള്ളുകയും അവൻ മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു. നദേരിയെ മറ്റവൾ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പട്ടപട്ടെ അടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ നദേരിയാണെങ്കിൽ അവളെ പിന്നിലൂടെ ആക്രമിക്കാനായി കറങ്ങി പോവുകയും ശേഷം പുറകിലൂടെ കയറി വന്ന് കത്തിയുമായി അവളുടെ നേർക്ക് പാഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇത് കണ്ട് അവൾ ഫയർ ഗൺ എടുത്തിട്ട് നേരെ നദേരിയെ അടിക്കാൻ തുടങ്ങുകയും അതിനാൽ അവളുടെ അറ്റാക്ക് നടക്കാതെ നിയന്ത്രണം വിട്ട് അവിടുന്ന് താഴേക്ക് പോവുകയും ചെയ്യുന്നു. ജെയ്ക്കിനെ അടിക്കാനായി മറ്റവന്മാർ കൂട്ടത്തോടെ വന്നുകൊണ്ടിരിക്കുകയാണ്. വശങ്ങളിലൂടെ പോയി അവനെ വളയാൻ കേണൽ വിളിച്ചു പറയുകയും അങ്ങനെ എല്ലാവരും കൂടി ജെയ്ക്കിനെ അടിച്ചടിച്ച് വരുന്നതിനിടെ നേരെ ചെന്ന് ഒരു ഭിത്തിയിലിടിച്ച് ജെയ്ക്കും മറ്റേ പക്ഷിയും കൂടി മറിഞ്ഞ് താഴേക്ക് പോയിരിക്കുകയാണ്. അവർ ഏകദേശം തോൽവിയിലേക്ക് പോകുന്നു. ഇതിനിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന മറ്റേ നേതാവിന്റെ സാഹിക്കിനും അടികൊള്ളുകയും ഗർഭിണിയായ അവൾ മറിഞ്ഞു വീണ് കിടക്കുകയും ഇതിനിടെ മുന്നോട്ട് പൊക്കൊണ്ടിരുന്ന ലോആക്കിനെ അവർ അടിക്കുന്നതിനിടെ പയക്കാന് ഒരു മിസൈല് ആഞ്ഞ് കൊള്ളുകയും ഇതോടെ പയക്കാന്റെ കാര്യത്തിലും ഒരു തീരുമാനമായി അവിടെ വീഴുന്നത് ലോആക്ക് കാണുകയും എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ വിളിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു. അപ്പോഴും കിരി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൾക്കാണെങ്കിൽ അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടി നിൽക്കുകയും ഇതിനിടെ സ്പൈഡർ അവിടേക്ക് വന്ന് അതിൽ കണക്ട് ചെയ്യുന്നതോടെ അവളോടൊപ്പം അവനും കൂടുകയും അവർ രണ്ടുപേരും കൂടി ശക്തിയോടെ മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തുക്കും മുകളിൽ നിന്ന് അവിടേക്ക് എത്തുകയും അവളും കണക്ട് ചെയ്ത ശേഷം അവരോടൊപ്പം കൈപിടിക്കുകയും അങ്ങനെ അവർ മൂന്നുപേരും കൂടി വളരെ ശക്തിയിൽ മുന്നോട്ട് നടക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ പോയി അവർ ആ കാട്ടിൽ നിന്ന് നേരെ വിശാലമായ ഒരു ലോകത്തേക്ക് എത്തുകയും അവിടെ വെച്ച് അവർ ഐവയെ നേരിട്ട് കാണുകയും ചെയ്യുന്നു. ഇത് കണ്ട ഉടൻ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയാണ്, എന്റെ ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ മാത്രമാണ് ഞങ്ങളുടെ ഒരേ ഒരു പ്രതീക്ഷ, ഞങ്ങളെ സഹായിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഐവ കേൾക്കുകയും പെട്ടെന്ന് അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായി അവർ അതിൽ നിന്ന് തെറിച്ച് പോയി എല്ലാവരും താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ഈ സമയം അവിടെ ജെയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് കയറുകയും ഒരുവിധം എങ്ങനെയെങ്കിലുമൊക്കെ നീന്തി അവിടെ ഒരു സാധനത്തിൽ പിടിച്ചു കിടക്കുകയും ചെയ്യുന്നു. മറ്റൊരിടത്ത് നദേരിയും എങ്ങനെയെങ്കിലും വെള്ളത്തിൽ നിന്നും കരയിലേക്ക് കയറിയിരിക്കുകയാണ്. അവളും ആകപ്പാടെ തളർന്നു കിടക്കുന്നു. ഇതിനിടെ ജെയ്ക്ക് വയർലെസ്സിലൂടെ അവളെ കണക്ട് ചെയ്യുമ്പോൾ ഞാൻ വീണുപോയി, എനിക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് പറയുകയും നമുക്ക് ആർക്കും കഴിയില്ല, നമ്മുടെ കഥ കഴിഞ്ഞു, പക്ഷേ ഒരു കാരണവശാലും ഇനി നീ ആരെയും ആക്രമിക്കരുത്, എവിടെയെങ്കിലും പോയി സേഫായി ഇരിക്കാൻ അവൻ പറയുകയും അവൾക്കാകെ വിഷമമാവുകയും ചെയ്യുന്നു. അപ്പോഴേക്കും സ്പൈഡർ ആണെങ്കിൽ ബോധം കെട്ട് കിടന്ന തുക്കിനെ എടുത്ത് മുകളിലേക്ക് കൊണ്ടുവരികയും ഇവിടെ തന്നെ നിന്നോ, ഞാൻ പോയി കിരിയെ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറയുകയും അങ്ങനെ അവൻ നേരെ അവിടെ കിടന്ന ഒരാളിന്റെ മുഖത്തുള്ള മാസ്ക് എടുത്ത് ഇട്ട ശേഷം കിരിയെ സഹായിക്കാനായി വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുന്നു. അവിടെ നോക്കുമ്പോൾ മറ്റേ ശ്വാസം കൊടുക്കുന്ന ജീവികൾ വെള്ളത്തിനടിയിൽ അവളെ സേഫ് ആക്കി നിർത്തിയിരിക്കുകയാണ്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറയുകയും അവർക്ക് ആശ്വാസമാവുകയും ചെയ്യുന്നു. ഇതിനിടെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന സാഹിക്കിനെ കാണുമ്പോൾ നദേരി ഓടിച്ചെന്ന് അവളെ സഹായിക്കുകയും വെള്ളത്തിൽ നിന്ന് വലിച്ച് കരയിലേക്ക് കൊണ്ടുവന്ന് ഇടുകയും ചെയ്യുന്നു. ശേഷം ശത്രുക്കൾ വരാതെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മരിക്കാൻ പോവുകയാണ്, എന്നെ ഇനി നോക്കിയിട്ട് കാര്യമില്ല, അതിനു മുമ്പ് എനിക്ക് ഈ കുഞ്ഞിന് ജന്മം നൽകണമെന്ന് പറയുകയും അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പുഷ് ചെയ്യാൻ അവൾ പറയുകയും ഇതിനിടെ വരുന്ന ശത്രുക്കളെയൊക്കെ അവൾ അടിച്ചിടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ ആഞ്ഞ് പുഷ് ചെയ്യാൻ തുടങ്ങുകയും അങ്ങനെ നദേരിയുടെ സഹായത്തോടുകൂടി കുറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്യുന്നു. ഇതോടുകൂടി അവൾ നദീരിക്ക് നന്ദി പറയുകയും ഇവളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ പ്രില്ലെന്നാണ് ഇവരുടെ പേരെന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിനെ ഒന്ന് നോക്കുകയും ശേഷം ആകെ തളർന്നു കിടന്ന് നീ ഇവളെ സംരക്ഷിക്കില്ലെന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും സംരക്ഷിക്കുമെന്ന് പറയുകയും ഇതോടെ സാഹിക്ക് അവിടെ കിടന്ന് മരിക്കുകയും അവൾ ആ കുഞ്ഞിനെ സുരക്ഷിതമായി എടുത്ത് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ജെയ്ക്കിന്റെ അടുത്തേക്ക് ലോആക്ക് വരികയും അവൻ ജെയ്ക്കിനെ പിടിച്ച് തൂക്കിയെടുത്ത് നേരെ അവിടെ നിന്ന് ഒരു കരയിലേക്ക് കൊണ്ടുചെന്ന് കയറ്റുകയും നോക്കുമ്പോൾ കാലിൽ അമ്പ് കൊണ്ടിരിക്കുന്നത് കണ്ട് സഹായിക്കാൻ ശ്രമിക്കുമെങ്കിലും ഞാനത് റെഡിയാക്കി കൊള്ളാമെന്ന് പറഞ്ഞ് ജെയ്ക്ക് തന്നെ എങ്ങനെയെങ്കിലും ഒരുവിധം ആ അമ്പ് വലിച്ചൂരി എടുത്ത് കളയുന്നു. ക്ഷമിക്കണം അച്ഛാ, അച്ഛനെ ഏൽപ്പിച്ച ജോലി എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെന്ന് പറയുമ്പോൾ കുഴപ്പമില്ല മോനെ, നീ ആരാണെന്ന് എനിക്ക് തെളിയിച്ചു തന്നു, ആ തുൽക്കൂണുകളെ കൊണ്ട് പോരാടാൻ സമ്മതിപ്പിച്ചപ്പോ തുറൂഖ് മക്തോയ്ക്ക് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് നീ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അവനെ സന്തോഷിപ്പിക്കുന്നു. ഈ സമയം കുഞ്ഞുമായി ഇരിക്കുന്ന നദേരി നോക്കുമ്പോൾ പിന്നിൽ ആരോ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അമ്പെടുക്കുമെങ്കിലും അവർ തുക്കിനെ
കുത്തിനെ പിടിച്ചു വെച്ചിരിക്കുന്നത് കണ്ട് മറ്റൊന്നും ചെയ്യാൻ കഴിയാതെ അവൾ കീഴടങ്ങുകയും അങ്ങനെ ആ പെണ്ണ് വന്ന് അവളെ അവിടുന്ന് പിടിച്ചോണ്ട് പോവുകയും അവരുടെ വില്ലൊക്കെ എടുത്ത് അവർ നേരെ ചെന്ന് പക്ഷിയുടെ പുറത്തൊക്കെ കയറുന്നത് ദൂരെ ഇരുന്ന് ജെയ്ക്കും ലോവാക്കും കാണുകയും അവളെ കൊണ്ടുപോകുന്നത് കണ്ട് നമുക്കവരെ രക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് അവനോട് പറയുകയും ചെയ്യും. ഈ സമയം ഭയക്കാന്റെ ചേട്ടനാണെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും എടുത്ത് വെള്ളത്തിന്റെ മുകളിലേക്ക് കൊണ്ടുവരികയും ശ്വസിക്കാൻ പാകത്തിന് ഇട്ടുകൊടുക്കുകയും ചെയ്യും. അപ്പോഴേക്കും തൊട്ടപ്പുറത്തുള്ള ബോട്ടിൽ അവർ നതേരി ഇറക്കിയിട്ട ശേഷം അവരുടെ വയർലെസ് എടുത്ത് ഡാ ജെയ്ക്കേ, നീ ഇത് കേൾക്കുന്നുണ്ടെന്നറിയാം, നിന്റെ ഭാര്യയെ ഇവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ഇങ്ങോട്ട് വാ, ആ സ്പൈഡറിനെയും കൂട്ടിക്കോണം എന്ന് പറഞ്ഞ് അയാൾ വയർലെസ് കട്ടാകും. അപ്പോഴേക്കും എല്ലാം തോറ്റതിൽ മറ്റേ തുൾക്കൂൺ വേട്ടക്കാരൻ നിരാശനാവുകയും നമ്മുടെ ജോലി കഴിഞ്ഞിട്ടില്ല, നമുക്ക് എന്ത് സംഭവിച്ചാലും ആ തുൾക്കൂണുകളെ പിടികൂടിയേ പറ്റുള്ളൂ എന്നൊക്കെ അയാൾ പറയുകയും അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്ന് വീണ്ടും ബോട്ടും എടുത്ത് തുൾക്കൂണുകളെ പിടികൂടാനായി അവറ്റകൾ ഉള്ള സ്ഥലത്തേക്ക് പാഞ്ഞു ചെല്ലുകയും എല്ലാ എണ്ണത്തിനെയും സൗണ്ടൊക്കെ ഉണ്ടാക്കി വീണ്ടും ആക്രമിക്കാനായി ചുറ്റിനും വളയുകയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമ്പോഴേക്കും കടലിന്റെ അടിയിൽ നിന്നുൾപ്പെടെ എല്ലാവരും കൂടി ആ തുൾക്കൂണുകളെ വേട്ടയാടാനായി ചെല്ലുന്നത് കിരിക്കും മറ്റവനും കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അവർ തൊട്ടടുത്തെത്തുകയും ആക്രമിക്കാൻ തയ്യാറായിക്കോ, പറ്റിയ രീതിയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നതെന്ന് പറഞ്ഞ് അവർ മിസൈലുകളെല്ലാം റെഡിയാക്കുകയും അറ്റാക്കിന് റെഡിയായിരിക്കുമ്പോഴേക്കും കിരി നോക്കുമ്പോൾ കടലിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നതായി കാണുകയും നോക്കുമ്പോൾ കൂട്ടത്തോടെ കടൽ ജീവികൾ അവിടേക്ക് പാഞ്ഞു വരികയും എല്ലാ എണ്ണം കൂടി അവിടെ ചുറ്റും വളഞ്ഞ് കിരിയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുകയും എയ്വ നമ്മുടെ വിളി കേട്ടതാണെന്ന് സ്പൈഡർ പറയുമ്പോൾ ആ ആകാശവാസികളെ എല്ലാം കൊന്നേക്കാൻ അവൾ ആംഗ്യം കാണിക്കുകയും ഇതോടെ അവറ്റകൾ എല്ലാം കൂടി പാഞ്ഞു ചെന്ന് അവരുടെ വാഹനങ്ങളെല്ലാം പിടിച്ച് തകർക്കാൻ തുടങ്ങുകയും എല്ലാ എണ്ണത്തിനെയും ബോട്ടിൽ നിന്നൊക്കെ തീർക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവരെയും അവറ്റകൾ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ആകാശത്ത് നിന്നൊക്കെ കാട്ടിലുള്ള ജീവികൾ മുഴുവൻ കൂട്ടമായി എത്തുകയും അവിടെയുള്ള ശത്രുക്കളെയും ആളുകളെയും വാഹനങ്ങളിലുള്ളവരെയും മനുഷ്യരെയും എല്ലാം അറഞ്ചം പുറഞ്ചം അറ്റാക്ക് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജെയ്ക്കിന്റെ മറ്റേ ജീവിയൊക്കെ വീണ്ടും പരിക്കിൽ നിന്ന് രക്ഷപ്പെട്ട് വരികയും അത് നേരെ പാഞ്ഞു ചെന്ന് അവിടെയുള്ള വലിയ വിമാനങ്ങളൊക്കെ വലിച്ച് അടിച്ചിടുകയും ചെയ്യുന്നു. അത് വീണ് ജനറലൊക്കെ നിന്ന ആ വലിയ കപ്പൽ ആകെ തകർന്നിരിക്കുകയാണ്. മറ്റേ തുൾക്കൂൺ വേട്ടക്കാരൻ നോക്കുമ്പോൾ ഒരു തുൾക്കൂൺ തന്റെ നേരെ വന്ന് അവരുടെ ബോട്ട് അടിച്ച് തെറിപ്പിക്കുകയും അയാൾ വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു. അയാൾ എഴുന്നേറ്റ് അത് എങ്ങോട്ട് പോയെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് പിന്നിലൂടെ എത്തുകയും ഇത് കണ്ട് അയാൾ പേടിക്കുമ്പോഴേക്കും അത് വായ തുറന്ന് അയാളെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റി കടിച്ചെടുത്ത ശേഷം അവിടെ നിന്ന് വെള്ളത്തിന്റെ അടിയിലുള്ള ആഴങ്ങളിലേക്ക് കൊണ്ടങ്ങ് പൊയ്ക്കളയുന്നു. അപ്പോഴേക്കും മറ്റേ വലിയ കപ്പലാണെങ്കിൽ കാന്തിക വലയത്തിന്റെ അടുത്തേക്ക് പോകുന്നത് കണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും പോകാമെന്ന് പറയുമ്പോൾ എഞ്ചിൻ തകർന്നിരിക്കുകയാണ്, കപ്പൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയുകയും എങ്കിൽ ഷിപ്പ് ഉപേക്ഷിക്കാൻ അവർ ഓർഡർ കൊടുക്കുന്നതോടെ അവർ അത് പാലിക്കുകയും ചെയ്യുന്നു. ഇതിന്റെയൊക്കെ ഇടയിലൂടെ ജെയ്ക്കും ലോവാക്കും കൂടി നതേരിയെ വെച്ചിരിക്കുന്ന ഷിപ്പിലേക്ക് കയറി ചെന്ന് അവർ എവിടെയാണെന്ന് നോക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും കിരിയും സ്പൈഡറും പാഞ്ഞ് അവിടേക്ക് എത്തുകയും അവരും ആ ഷിപ്പിലേക്ക് കയറി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ശേഷം വയർലെസ്സിലൂടെ ഞാൻ സ്പൈഡർ ആണെന്നും അവരെ കൊല്ലരുതെന്നും അവൻ കേണലിന് അറിയിപ്പ് കൊടുക്കുകയും നീ എവിടെയാ മോനെ, അടുത്തേക്ക് വരാൻ പറഞ്ഞ് അയാൾ നിൽക്കുകയാണ്. ഈ സമയം ജെയ്ക്കും ലോവാക്കും കൂടി ഒരു സ്ഥലത്തെത്തി നോക്കുമ്പോൾ മുന്നിൽ നതേരിയെ പിടിച്ചു വെച്ചിരിക്കുന്നതായി കാണുകയും നീ ഇവിടെ നിന്ന് എന്നെ കവർ ചെയ്യണം, നിനക്ക് വേണ്ടപ്പെട്ട ആരെയും വെടിവെക്കാതെ നോക്കിക്കൊള്ളണമെന്ന് പറയുകയും ശരി ഞാൻ പോർട്ടിന്റെ ഭാഗത്തുകൂടി അവരുടെ പിന്നിലെത്തി നിൽക്കാമെന്ന് പറഞ്ഞ് അവർ രണ്ടു വഴിയായിട്ട് തിരിയുകയും അങ്ങനെ ലോവാക്ക് ഒരുവിധം മുന്നോട്ട് പോയി അവരുടെ പിൻവശത്തേക്ക് ചെന്നുകൊണ്ടിരിക്കുന്നു. ജെയ്ക്കാണെങ്കിൽ പതിയെ നടന്നു നീങ്ങി അവരെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലായി നിൽക്കുകയും അവിടെ നിന്ന് അവൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ലോവാക്കിനെ കാണുമ്പോൾ ഞാൻ ഇറങ്ങാൻ പോവുകയാണെന്ന് കവർ ചെയ്യണമെന്നും പറഞ്ഞ് അവർ തമ്മിൽ ധാരണയാവുകയും അപ്പോഴേക്കും അവരുടെ ഇടയിലേക്ക് സ്പൈഡർ കയറി വരികയും ചെയ്യുന്നു. എല്ലാവരും എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ നിൽക്കുമ്പോൾ ഞാൻ ഒത്തുതീർപ്പിന് വന്നതാണ്, ഞാൻ നിങ്ങളോടൊപ്പം വരാം, അതിനു പകരം അവരെ വെറുതെ വിടണമെന്ന് പറയുകയും ശരി ഞാൻ വാക്ക് പാലിക്കുന്നവനാണ്, പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് അവൻ കേണലിന്റെ അടുത്തേക്ക് ചെല്ലുകയും പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടെ അവിടുന്ന് ജെയ്ക്ക് ചാടി വീണ് ഓരോരുത്തന്മാരെയായി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയും അവനെ കവർ ചെയ്തുകൊണ്ട് ബാക്കി നിന്നവന്മാരെ എല്ലാം ലോവാക്ക് വെടിവെക്കുമെങ്കിലും മറ്റവൾ അവനെ വെടിവെക്കുന്നതോടെ അവിടെ നിന്ന് നതേരി രക്ഷപ്പെടുകയും അവൾ ഇത് കണ്ട് ഓടിച്ചെന്ന് നതേരിയെ അടിച്ചവിടെ ഇട്ട ശേഷം ദേഷ്യത്തോടെ അവളെ കൊല്ലാനായി തുടങ്ങുമ്പോഴേക്കും കിരി അവിടേക്ക് വന്ന് അവളുടെ മുടിയിലേക്ക് കണക്ട് ചെയ്യുകയും അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ആകെ പിടിവിട്ട് നിൽക്കുകയും കിരിയാണെങ്കിൽ അവളെ അടിച്ചങ്ങോട്ട് ഇടുകയും ചെയ്യുന്നു. അവളുടെ ശക്തി കണ്ട് ആകെ പേടിച്ചുകൊണ്ട് ആ പെണ്ണ് അപ്പ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിയിരിക്കുകയാണ്. ഈ സമയം ജെയ്ക്ക് അവന്മാരെ എല്ലാം അടിച്ച് പഞ്ചറാക്കിയിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ കേണലാണെങ്കിൽ അവനെ അടുപ്പിക്കാതെ സ്പൈഡറിനെയും പിടിച്ച് അവിടെ നിന്ന് പെട്ടെന്ന് പറന്നു പോവുകയും നീ പോയി അമ്മയെ കണ്ടുപിടിക്കാൻ ലോവാക്കിനോട് പറഞ്ഞ ശേഷം ജെയ്ക്ക് ഓടി ചെന്ന് അവിടെ നിന്ന് ചാടി ഇറങ്ങുകയും അവന്റെ പക്ഷിയുടെ പുറത്ത് കയറി വളരെ വേഗത്തിൽ പാഞ്ഞ് കേണലിന്റെ പിറകെ സ്പൈഡറിനെ രക്ഷിക്കാനായി പോവുകയും ചെയ്യുന്നു. അവർ രണ്ടുപേരും മുകളിലേക്ക് പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരിടത്ത് വെച്ച് ജെയ്ക്ക് അയാളെ അറ്റാക്ക് ചെയ്യുകയും അടി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ സ്പൈഡറിനോട് വരാൻ പറഞ്ഞ് വിളിക്കുകയും സ്പൈഡർ അവന്റെ ദേഹത്തേക്ക് ചാടുമ്പോഴേക്കും ആ പക്ഷി ഒരിടത്ത് ഇടിച്ച് അവരെല്ലാവരും തെറിച്ചു പോവുകയും വള്ളികളിലൊക്കെ തൂങ്ങി കേണൽ കിടക്കുകയും അയാളുടെ തോക്കൊക്കെ
പറന്നു പോവുകയും ചെയ്യുന്നു. ജെയ്ക്കാണെങ്കിൽ മറ്റൊരു കല്ലിൽ വന്ന് കിടക്കുകയാണ്. അവന്റെയും തോക്ക് പോയിരിക്കുന്നു. സ്പൈഡറും ഒരിടത്ത് തൂങ്ങി നിൽക്കുന്നു. അപ്പോഴേക്കും മറ്റേ കപ്പൽ ആ കാന്തിക ശക്തിയിൽ മുകളിലേക്ക് കയറാൻ പോവുകയും ഉടൻ ജീവികൾ പറന്നു വന്ന് അതിൽ നിന്ന് നതേരിയെയും ടീമിനെയും എല്ലാം അതിൽ നിന്ന് രക്ഷിച്ച് കൊണ്ടുപോവുകയും മറ്റേ പട്ടാള ജനറൽ രക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ ആ കപ്പൽ ആ വലയത്തിന്റെ ഉള്ളിലേക്ക് കയറുകയും മൊത്തത്തിൽ പൊട്ടിത്തെറിച്ച് കത്തി അമർന്ന് ആകെ തകരാൻ തുടങ്ങുകയും സാധനങ്ങൾ വന്നിടിച്ച് ജെയ്ക്കിന്റെ കല്ല് തെറിച്ചു പോകുന്നതോടെ അവൻ തെറിച്ച് മറ്റൊരു കല്ലിൽ സ്പൈഡറിന്റെ താഴെയായി ചെന്ന് വീഴുകയും ചെയ്യുന്നു. അതോടൊപ്പം അപ്പുറത്ത് നിന്ന് കേണലും ചാടി ഇറങ്ങി ജെയ്ക്കിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇത് കണ്ട് സ്പൈഡർ എങ്ങനെയെങ്കിലും തൂങ്ങി അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്നൊരു ക്രോസ് ബോ എടുത്ത് അയാളുടെ നേർക്ക് നിൽക്കുകയും സത്യമായിട്ട് ഞാൻ കൊല്ലുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം അച്ഛനെ നീ കൊല്ലാനൊന്നും പോകുന്നില്ലെന്ന് പറയുകയും അവൻ ക്രോസ് ബോ അടിച്ച് അയാളുടെ കയ്യിലേക്ക് വിടുകയും ചെയ്യുന്നു. കൊച്ചു കഴിവേറി നിന്റെ കാര്യം എന്ന് പറഞ്ഞ് അയാൾ നിൽക്കുമ്പോൾ ജെയ്ക്ക് എണീച്ച് അവനെ പിന്നിലേക്ക് മാറ്റി നിർത്തുകയും ശേഷം അയാളുമായി ഫൈറ്റിന് തയ്യാറാവുകയും ചെയ്യുന്നു. അങ്ങനെ അവർ തമ്മിൽ ഒരു പൊരിഞ്ഞ ഫൈറ്റ് തുടങ്ങിയിരിക്കുകയാണ്. കൊണ്ടും കൊടുത്തും ഭയങ്കരമായ രീതിയിൽ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്ത് പൊരിഞ്ഞ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു രക്ഷയില്ലാത്ത മാസ് ഫൈറ്റാണ് അവർ തമ്മിൽ നടക്കുന്നത്. ഇതിനിടെ ജെയ്ക്കിനെ രക്ഷിക്കാൻ വേണ്ടി സ്പൈഡർ ആണെങ്കിൽ ക്രോസ് ബോയിലേക്ക് അടുത്ത അമ്പ് വലിച്ചു കയറ്റുകയും അത് എങ്ങനെയെങ്കിലും ഇടാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവരാണെങ്കിൽ അവിടെ അന്യായ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവൻ അമ്പൊക്കെ ഇട്ട ശേഷം കേണലിനെ അടിക്കാനായി ഓടി അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ കല്ലിലൂടെ ഒരുവിധം ചാടി ചാടി ഇറങ്ങി പോവുകയും അവരുടെ അടുത്തേക്ക് എത്തുകയും ചെയ്യുന്നു. അവരാണെങ്കിൽ മാരക ഫൈറ്റ് നടത്തി പരസ്പരം മുന്നേറിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലേക്ക് അവൻ ക്രോസ് ബോ വെച്ച് അടിക്കാനായി തയ്യാറായി നിൽക്കുമ്പോഴേക്കും അവർ ഫൈറ്റ് ചെയ്ത് അവന്റെ ദേഹത്തേക്ക് വീഴുകയും അവൻ നേരെ തെറിച്ച് താഴേക്ക് പോകുന്നത് കണ്ട് കേണൽ അവനെ രക്ഷിക്കാൻ ചാടി ചെന്ന് കയ്യിലേക്ക് പിടിക്കുകയും താഴേക്ക് പോകുന്നത് കണ്ട് ജെയ്ക്ക് ഓടി ചെന്ന് താഴേക്ക് നോക്കുമ്പോൾ അവർ തൂങ്ങി കിടക്കുകയാണ്. അവനെ മുകളിലേക്ക് എറിയാൻ പറയുമെങ്കിലും കൈ വയ്യാത്തത് കൊണ്ട് അവനത് പറ്റുന്നില്ല. എന്റെ കയ്യിൽ വെടിവെച്ചില്ലായിരുന്നെങ്കിൽ നിന്നെ രക്ഷിക്കാൻ പറ്റിയേനെ, നിന്നെ സത്യത്തിൽ അങ്ങ് വിടയാണ് വേണ്ടതെന്നൊക്കെ പറയുമ്പോൾ എങ്കിൽ വിടച്ചാന്ന് അവൻ പറയുകയും വല്ലാത്തൊരു കുരുപ്പ് ജന്മം തന്നെടാ നീ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുമ്പോൾ ജെയ്ക്കാണെങ്കിൽ അവർ തൂങ്ങി നിന്ന വള്ളി പിടിച്ച് മുകളിലേക്ക് വലിക്കാൻ തുടങ്ങുകയും അങ്ങനെ ആഞ്ഞ് വലിച്ച് ഒരുവിധം അവരെ മുകളിലേക്ക് കയറ്റി രണ്ടുപേരെയും രക്ഷപ്പെടുത്തുകയും ഞങ്ങൾ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് രണ്ട് അച്ഛന്മാരും അവനെ സഹായിച്ച് പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഇതോടെ അവർ ആകെ തളർന്നിരിക്കുകയും ഇത് മറ്റടുത്ത അവസ്ഥയായി പോയല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യുക, നമുക്ക് കെട്ടിപ്പിടിച്ച് പാട്ട് പാടിയാലോ എന്നൊക്കെ അയാൾ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് ഇനിയും ഒരു അവസരമുണ്ട്, ഞങ്ങളോടൊപ്പം ഈ കാട്ടിൽ ഒരുമിക്കാൻ ജെയ്ക്ക് പറയുകയും ഇതിനിടെ നദേരിയും ടീമും എല്ലാം പാഞ്ഞ് അവിടേക്ക് എത്തുകയും അവർ ദേഷ്യത്തോടെ കേണലിന്റെ നേർക്ക് തിരിയുമ്പോഴേക്കും ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ ജെയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നദേരിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോ 8ന്റെ പണിയായി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കേണൽ അപ്പൊ തന്നെ പിന്നിലേക്ക് എടുത്തങ്ങ് ചാടുന്നു. ഇതോടെ അയാൾ താഴേക്ക് പോവുകയും തീ കത്തി നിൽക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് അലറിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. ഇത് കണ്ട് എല്ലാവരും ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കുകയും സ്പൈഡറിനൊക്കെ ഒരു ചെറിയ വിഷമത്തിലൊക്കെ നിൽക്കുന്നതിനിടെ അവൻ ഒരുവിധം കയറി മുന്നിലേക്ക് വന്നിരിക്കുകയും അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് എല്ലാം കഴിഞ്ഞതിന്റെ ആശ്വാസത്തിൽ ഒരുമിച്ച് ഇരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അടുത്ത ദിവസം അവിടെയുള്ള നാവികളെല്ലാം കടലിനടിയിൽ ഐവയുടെ അടുത്തായി ഒന്നു ചേരുകയും നേതാവിന് ജനിച്ച പുതിയ കുഞ്ഞിനെ അവർ ഐവയിലേക്ക് കണക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതെല്ലാം അവർ സന്തോഷത്തോടെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അതോടൊപ്പം കിരി ആത്മാക്കളുടെ ലോകത്തേക്ക് കൊണ്ടുപോകാനായി സ്പൈഡറിനെ കൊണ്ട് ഐവയിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കുകയും അങ്ങനെ ആത്മാക്കൾ വസിക്കുന്ന മരത്തിന്റെ അടുത്തേക്ക് അവൾ അവനെ വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. അവിടേക്ക് ചെല്ലുമ്പോൾ അവരുടെ മരിച്ചുപോയ പൂർവികരെല്ലാം അവിടെയുണ്ട്. എല്ലാവരുടെയും ഇടയിലേക്ക് അവൻ കയറി ചെല്ലുകയും ഇതിനിടെ അവിടെ വെച്ച് മരിച്ചുപോയ നെത്തയ്യമ്മിനെ അവൻ കാണുകയും ചെയ്യുന്നു. അവിടെ കിരിയുടെ അമ്മയും ഉണ്ട്. നിന്നെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, വഴക്കാളിയാണെന്ന് ഇവൾ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ അവർ പറയുകയും നീ മനുഷ്യനായിരുന്നാലും എപ്പോഴും ഒരു നാവിയാണ്, നീ ഞങ്ങളിൽ ഒരാളാണ്, നിന്റെ ആത്മാവ് എന്നും എയ്വയിൽ ഉണ്ടാവുമെന്നൊക്കെ പറയുകയും അങ്ങനെ അവരെല്ലാം അവരുടെ കൂട്ടത്തിൽ ഒരാളായി അവനെ അംഗീകരിച്ച് ഒരുമിച്ച് നിൽക്കുന്നതോടെ സിനിമ അവസാനിക്കുന്നു. 2025 $350 മില്യൺ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ $1500 ബില്യൺ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്.